ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ സൗദിയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ പത്തനംതിട്ട അടൂർ സ്വദേശി ലീലാമണിയെ തേടിയാണ് മകൾ രേഷ്മയും സഹോദരിയും പ്രവാസ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആഹാരം പോലുമില്ലാതെ അറബി വീട്ടിൽ കഷ്ടപ്പെടുകയാണ് ലീലാമണി. മുംബൈ എയർപോർട്ട് വഴിയാണ് ലീലാമണിയെ ഏജന്റുമാർ സൗദിയിലേക്ക് എത്തിച്ചത്. ലീലാമണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എത്ര രൂപ കൊടുത്തു? അവര് പറഞ്ഞത് ഹൗസ് മെയ്ഡ് ജോലിക്ക് പോകുന്നവർക്ക് വിസയ്ക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞു. പൈസ ഒന്നും കൊടുത്തില്ല? ഇല്ല, കൊടുത്തില്ല. അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ചിട്ടുണ്ടെന്നാ ഇപ്പൊ പറയാം. ഞങ്ങള് കേസൊക്കെ കൊടുത്തപ്പം ഇപ്പൊ അറബി പറയുന്ന 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 2 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് അറബി പറയുന്നത്. അത് അവര് കൊടുക്കാന്ന് പോലീസുകാര് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. സൗദിയിൽ എവിടെയാണെന്ന് അവര് പറഞ്ഞു? റിയാദിലാണ്. റിയാദിൽ നമ്മള് ധാരാളം പ്രവർത്തകരുള്ളതാണ്. ലീലാമണി വിളിക്കുന്നുണ്ടോ? അമ്മ ഇന്നലെയാ വിളിച്ചത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാ വിളിച്ചത്. എന്താ പറയുന്നത്? അമ്മ പറയുന്ന അമ്മയ്ക്ക് അവിടെ നിക്കാൻ പറ്റത്തില്ല, ആഹാരമില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്ത്. അവരന്നേരം അമ്മയുടെ കൈ തല്ലി ഒടിക്കുകയൊക്കെ ചെയ്ത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒപ്പിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്തോ എഴുതിയേക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ഒരു ഇതിലും ഇത്തരത്തില് ഈ കൊണ്ടുപോയ ആളുകളൊന്നും ചെയ്തില്ല. അവരാദ്യം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് 5-ാം തീയതി, സെപ്റ്റംബർ 5-ാം തീയതി നാട്ടിൽ കൊണ്ടുവരാന്നാ. അങ്ങനെ അവരെ അറസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവരുടെ മോന്റെ കല്യാണം. അങ്ങനെ അവരുടെ മോന്റെ എയർ ക്യാമ്പിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അയാള് എയർ ക്യാമ്പ് പത്തനംതിട്ട എഴുതി ഒപ്പിട്ട് തന്നു. അഖിൽ നായയുടെ പേര്. അഖിൽ. അയാൾ 5-ാം തീയതി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് കൊടുത്തിട്ട് എന്തായി? അവർ അമ്മയാ പറഞ്ഞ ലീലാമ്മയെന്ന് പറയുന്നൊരു സ്ത്രീയാ കൊണ്ടുപോയത്. അവരുടെ മോൻ എഴുതി ഒപ്പിട്ട് തന്ന. എന്താ പറയുന്ന മോൻ? 30 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാന്നാ പറഞ്ഞത്. എത്ര ദിവസമായി? ഇപ്പൊ 12 ദിവസം ആയതേ ഉള്ളൂ. പൈസ ഒന്നും തന്നില്ല? അയച്ചൊന്നുമില്ല? ഇല്ല. 2 മാസത്തെ ശമ്പളം ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ അയച്ചു തന്നായിരുന്നു. പിന്നെ ഇപ്പൊ ശമ്പളം ഒന്നുമില്ല. എത്ര മക്കളാ നിങ്ങള്? 2 പേര്. തന്റെ അനിയത്തി. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഷാർജയില്. അച്ഛനെ അറിയില്ലേ ഇതിങ്ങനത്തെ? അറിയാം. അമ്മ നേരത്തെ അബുദാബി ജോലിക്ക് പോയിട്ടുണ്ട്. ഇവര് ഞങ്ങളുടെ വീടിനടുത്തുള്ളവരാ. അങ്ങനെയുള്ളൊരു പരിചയത്തിൽ പോയത്. അമ്മ വലിയ കഷ്ടപ്പാടിലാണ് അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തിക്കണം. വെച്ചാൽ കൂടുതലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്, ഒന്നും അറിയത്തില്ല. അറബി കുറേശ്ശൊക്കെ അറിയാലോ അല്ലേ? അവിടെ അബുദാബിയില് മലയാളികളുടെ കൂടെ ആയിരുന്നു അല്ലേ? ഈ പരിപാടിയിലൂടെ ദീർഘകാലമായിട്ട് വീട്ടുജോലിക്ക് പോകുന്ന, വിദേശത്ത് പോകുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഞങ്ങൾ കൂടുതലും സംപ്രേഷണം ചെയ്ത മിക്ക പ്രോഗ്രാംസും. എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിലെ നിരവധി സ്ത്രീ സംഘടനകളുണ്ട്. മിണ്ടിയാൽ തെരുവിലിറങ്ങുന്ന 100 കണക്കിന് സംഘടനകളുള്ള കേരളത്തിൽ സ്ത്രീകളുടെ ഇത് മാത്രമായിട്ട് ഇത്രയും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നതിനെതിരെ ഒരു ചെറു വിരൽ പോലും ഈ മഹിളാ സംഘടനകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെയെല്ലാം ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ ഇത്രയധികം മഹിളാ സംഘടനകൾ, അതുപോലെ പൊതുപ്രവർത്തകർ, ഞങ്ങളെ എത്രയോ സ്ത്രീകളുടെ കഥകളാണ് ഇതിലൂടെ പ്രക്ഷേപണം ചെയ്തത്. ഒരെണ്ണത്തെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിലോ അല്ലെങ്കിൽ മറ്റുള്ള നിയമസഭകളിലോ ഒരു സ്ത്രീ പ്രവർത്തകരും മഹിളാ പ്രവർത്തകരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത് എന്താണ് ഇവർ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഗൾഫ് മേഖലകളിൽ വീട്ടുജോലിക്ക് പോകുന്ന, എല്ലാ സ്ഥലത്തും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അടിയന്തര മനുഷ്യാവകാശ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീടുകളിൽ ജോലിക്ക് പോകുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരെ സുരക്ഷിതത്വം, അവരെ സംബന്ധിച്ചിടത്തോളം നിയമ വ്യവസ്ഥ ഇല്ലായ്ക, ഇതൊക്കെ തന്നെ.
വിദേശത്ത് പോകുന്ന സ്ത്രീകളെ മർദ്ദിക്കുക, അതുപോലെ തന്നെ പീഡിപ്പിക്കുക, അത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഈ സഹോദരിയുടെ വർത്തമാനം നമ്മൾ കേട്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ നിരവധി മഹിളാ പ്രവർത്തകർ, അവർ ഉന്നത പദവികളിലൊക്കെ പോലും എത്തിയിട്ടുള്ള ആളുകളാണ്. അവരാരും തന്നെ ഒരു ശബ്ദം പോലും ഉയർത്തുന്നില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ നിരവധി തവണ പല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും അവർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. സ്ത്രീകളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും അതുപോലെ തന്നെ നോർക്കയും എല്ലാം തന്നെ ഈ പ്രശ്നങ്ങളിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സ്ത്രീ സഹോദരിമാർ അവർ അവിടെ ചെന്നാൽ യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ല. എവിടെ ആരെയാണ് വിളിക്കേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. എംബസി നിഷ്ക്രിയമാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ആ ഒരു ചുറ്റുപാടുകളിൽ ഭീകരമായ മനുഷ്യാവകാശ പ്രതിസന്ധി നേരിടുന്ന ഈ സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കൂടി ശബ്ദമുയർത്തിയാലേ ഇതിനൊരു പരിഹാരമുണ്ടാവും. ഞങ്ങളുടെ ദീർഘമായ 2 പതിറ്റാണ്ടോളം എടുക്കുന്ന ഒരു സമരമുഖത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കൈരളി 2 പതിറ്റാണ്ടോളം അടുക്കുന്ന ഒരു സമരമുഖം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കുറേയൊക്കെ ഫലപ്രദമായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും ഫലപ്രദമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഇഷ്യൂ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കുകയാണ്.